ഹായ് കൊച്ചു കൊച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന വെറൈറ്റി ഒരു പച്ചടിക്കാണ്. പച്ചടി എന്ന് പറയുമ്പോൾ നമ്മൾ പച്ച ആപ്പിളും കൊണ്ട് ഒരു പച്ചടി. ഇത് നമുക്ക് പിന്നെ ഞാൻ കടയിൽ പോയി മേടിച്ചതാണ്. അപ്പം ഇതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ലതായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ആപ്പിളിൻ്റെ പകുതി മതി നമുക്ക്. അപ്പം അതിനായിട്ട് അരയ്ക്കാനുള്ള സാധനങ്ങൾ ഇച്ചിരി ജീരകം, ഇച്ചിരി കടുക്, 1 കപ്പ് തേങ്ങ, കടുക് വറുക്കാനായിട്ട് എണ്ണ, ഉള്ളി, കരിവേപ്പില, വറ്റൽമുളക്, ഇത്ര സാധനം മതി ഇതിനെ. അപ്പം നമുക്കൊന്ന് ചെയ്യാം. പകുതി ആപ്പിൾ എടുക്കുകയാണ്. പകുതി ആപ്പിൾ എടുത്തിട്ട് നമ്മൾ പകുതി മതി, പകുതി. അപ്പം നമ്മളൊന്ന് കൊത്തി അരിയുവാണേ. തൊലിയൊന്നും ചെത്തി കളയുന്നില്ല, നമ്മളെ കഴുകി നല്ല വൃത്തിയാക്കി എടുത്തതാണ്. മറ്റേ ആപ്പിളിനെക്കാളുമൊക്കെ ഇതിന് ഇച്ചിരി പുളിയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് എടുക്കാമെന്ന് വെച്ചത്. ഈയിടെ ഞാനൊരു ചെറിയൊരു ഓർഡറിൽ നമ്മൾ ഇത് ചെയ്ത് കൊടുത്തപ്പോൾ നല്ലതായിരുന്നേ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ. ഇത് ഇത്രയും തേങ്ങ, ഇത് കണ്ടല്ലോ എല്ലാവരും. അപ്പം 1 കഷ്ണം വെളുത്തുള്ളിയും കൂടെ, വെളുത്തുള്ളി 2 കഷ്ണം ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ചുവന്നുള്ളിയെ. ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാവേ. പോലെ അരിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റി വെക്കാം. ചട്ടി അടുപ്പത്തോട്ട് വെക്കാം. വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ അധികം വേണ്ട. ഇപ്പം ഉള്ളി ഉലുവായിട്ട് കൊടുക്കാം. 2, 3, 5, 6 ഉലുവായിട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. മുല കളറായി വന്നിട്ടുണ്ട് ഗൈസ്. കടുകിട്ട് കൊടുക്കുന്നു ഗൈസ്. പൊട്ടിത്തീർന്ന ഗൈസ് നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു. വറ്റൽമുളകൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അപ്പം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. കഴിക്കുന്നു. ആപ്പിൾ ഇട്ട് കൊടുക്കുന്നു. ആപ്പിൾ കുത്തി എഴുതിയിട്ടുണ്ട്. ഇച്ചിരി മുഴുപ്പൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്നാലും ആപ്പിളല്ലേ പെട്ടെന്ന് നോക്കുന്നു. പച്ചയാപ്പിൾ ചമ്മന്തി അരയ്ക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. പുളിയുള്ളതാണ് ഇത്. ചിലത് മധുരമുള്ളത് വരും. ഇപ്പം പുളിയുള്ളതാണ്, നന്നായിട്ട് പുളിയുള്ളത് വരും. അതുകൊണ്ടാണ് പച്ചടി വെക്കാന്ന് വെച്ചത്. അപ്പം നമുക്ക് ചെറുതായിട്ടൊന്ന് തീ കുറച്ച് വെച്ച് മൂടി വെച്ച് കൊടുക്കാവേ. മൂടി വെച്ച് കൊടുത്തു. നോക്കാവേ. അപ്പം എല്ലാം നല്ലതായിട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊന്ന് വെന്തോ നോക്കാം. വേകാനൊന്നുമില്ല, വെന്തു. നല്ലൊരു എന്നാ പറയുന്നേ, വേറെ ലെവലാണ് കേട്ടോ. ഈ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ ഒരെണ്ണം മേടിച്ചാൽ മതി. ഒരു ചെറിയ ആപ്പിൾ ഒരെണ്ണമൊക്കെ ആണെങ്കിലും തൂക്കി തരും നമുക്ക്. ഞാൻ 2 എണ്ണം മേടിച്ചായിരുന്നു. ഒരെണ്ണം ഞങ്ങൾ കഴിച്ചു, ഒരെണ്ണത്തിൻ്റെ പകുതി ഇങ്ങനെ ചെയ്യാനായിട്ട് ഇട്ടു. അപ്പോൾ ഇച്ചിരൂടെ ആയിക്കോട്ടെ, തീ കൂട്ടിയിടാം. പിള്ളേർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുക. പിള്ളേരുടെ ഐറ്റമാണ് നമ്മൾ കൂടുതലും വെക്കാൻ നോക്കുന്നത്. പിള്ളേർക്ക് 4 മണിക്കൊക്കെ വരുമ്പോഴത്തേക്ക്
ചിലർ ചോറ് തന്നെ ഉണ്ണുന്നവരുണ്ടല്ലോ പിള്ളേർ, കാപ്പി അല്ലാതെ പൊതിക്ക് കൊണ്ടുപോകാനും ഒക്കെ നല്ലതാണ്. പുളിയുള്ളത് കൊണ്ടുണ്ടല്ലോ നമുക്ക് മോരോ തൈരോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ലേ. പുളിയുള്ളത് കൊണ്ട് നമ്മൾ ഇച്ചിരി ഇതിനകത്ത് ചെയ്യല. അതുപോലെ പുളിയാണ് പച്ച കളറിലുള്ള ആപ്പിൾ മേടിച്ചാൽ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമുക്കൊന്ന് അരപ്പ് ചേർത്ത് കൊടുക്കാവേ. ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പച്ചടി തയ്യാറായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നല്ല വെടിക്കെട്ട് ഒരു സദ്യക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനമാണ്. അതുപോലെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാവേ. സൂപ്പറാണേ, ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. നമുക്ക് വെറൈറ്റി രുചികളാണ്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ലൊരു രുചിയാണ്. ആപ്പിൾ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നല്ല പുളിയുള്ള ആപ്പിൾ, അതുകൊണ്ട് തൈര് ഒഴിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൊച്ചൂസ് കിച്ചൺ എല്ലാവരും കാണണേ. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി കാണുന്നുണ്ട്. ബൈ ബൈ.